ഗൈസ്, അപ്പോൾ നമ്മൾ കങ്കു ഒക്കെ കാണാൻ പോയിട്ട് വന്നിരിക്കുകയാണ്. കങ്കു കാണാൻ പോയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. വേറെ ഒന്നുമല്ല, ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഞാൻ പോയി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ പോകുന്നതിന് 1 hour മുന്നായിട്ട് ഞാൻ എൻ്റെ ഓൾറെഡി ടാൻ റൂമിൽ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഈ കാണുന്നൊരു ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണ കയ്യിലും കാലിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 hour കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് വന്നാൽ ഫസ്റ്റ് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൈ നീറ്റാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫസ്റ്റ് എൻ്റെ ഫേസിലോട്ട് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന സാധനം കാണുന്ന റെവല്യൂഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റെറ്റിനോൾ സിറോ ആണ്. റെറ്റിനോൾ ക്രീമാണ് ഞാൻ ഫസ്റ്റ് സ്കിന്നിലോട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഈ ഒരു ക്രീം വരുന്നത്. ഇത്രയും പോകുന്ന കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ നമ്മുടെ ഹോൾ ഓവർ ഫേസ്. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ണിൻ്റെ ചുറ്റും അവോയ്ഡ് ചെയ്തിട്ട് കണ്ണിൻ്റെ ചുറ്റും പിന്നെ മൂക്കിൻ്റെ ഈ 2 സൈഡ് വായയുടെ 2 സൈഡ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി ഫേസിൽ നമ്മൾ ഇങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ണിന് ചുറ്റും ഇടരുത്, ബിക്കോസ് ഇത് നല്ല രീതിയിൽ സ്കിന്ന് ഇറിറ്റേറ്റഡ് ആക്കുന്ന ഫീൽ ചെയ്ത് പോകാനായിട്ട് സാധ്യതയുള്ള ഒരു ക്രീമാണ് റെറ്റിനോൾ. അറിയാലോ എല്ലാവർക്കും. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ക്രീം നമ്മളൊരു 5 minutes അല്ലെങ്കിൽ ഒരു 2 to 3 minutes നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ജസ്റ്റ് സ്കിന്നിലോട്ട് അതൊന്ന് പെൻട്രേറ്റ് ആവാനുള്ള ഒരു ടൈം മാത്രമേ അതിന് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ പുറത്ത് കൂടെ എഗിൻ ഇട്ട് കൊടുക്കരുത്. ആ ക്രീമിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ സ്കിന്നിലോട്ടൊന്ന് പെൻട്രേറ്റ് ആയിട്ട് വരാനായിട്ട് ഒരു 3 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റെറ്റിനോൾ ക്രീം നല്ല രീതിയിൽ സ്കിന്നിലോട്ട് പെൻട്രേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന സാധനം എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കോസി കെയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കോജിക് ആസിഡ് ക്രീമാണ്. ഈ ട്യൂബിൻ്റെ കോലം കണ്ടറിയാൻ ഞാനിത് എന്തോരം യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. നല്ല ക്രീമാണ്, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നൊരു ക്രീമാണ്. സോ നമുക്കിത് നമ്മുടെ ഫേസിലോട്ട് ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് ഓൾ ഓവർ ദ ഫേസ് ആവശ്യമുള്ളത്. ഡോട്ട് ചെയ്ത് കൊടുക്കുക. ആസ് ഐ സെഡ് ഓൾറെഡി ഓൾ ഓവർ ദ ഫേസ്. ഇത് നമുക്ക് കണ്ണിൻ്റെ അടിയിലൊന്നും ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ഓൾ ഓവർ ദ ഫേസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ക്രീം ഇട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 minutes ടൈം ഉണ്ടെങ്കിൽ മസാജ് ചെയ്യാവുന്നതാണ്. നോ ഇഷ്യൂസ്. ബിക്കോസ് ഇത് എത്ര റിട്ടയർഡ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു ക്രീമാണ്. കോജിക് ആസിഡ് തന്നെ ഭയങ്കര മൈൽഡ് വേർഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ്. എഗെയിൻ നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്യുക. 2-3 minutes എഗെയിൻ വെയിറ്റ് ചെയ്യുക. ആ സ്കിന്നിലോട്ടൊന്ന് പെനിട്രേറ്റ് ആവുന്ന ഒരു ടൈം വെയിറ്റ് ചെയ്ത് കൊടുക്കുക. സ്കിൻ കെയറിൻ്റെ ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറയുന്നത് ടൈമാണ്, പേഷ്യൻസ് ആണ്. ടൈം കൊടുക്കണം. നമ്മളെപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ടൈം കൊടുക്കണം. ആ ഒരു കൊടുക്കുന്ന ടൈമിനെ, ആ ഒരു ക്ഷമയ്ക്ക് സ്കിന്ന് നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും ഒരു ബെറ്റർ റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ എന്തിടാനായിട്ട് പോകുന്നത്? നമ്മുടെ സ്വന്തം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെ ലവ് ദ കൺസിസ്റ്റൻസി, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല മണമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര കൈൻഡ് ഓഫ് ഒരു ഫ്ലേവറാണ്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടമാണ്. അന്ന് ഭയങ്കരമായിട്ട് അടിച്ചു കയറുന്ന മണം. ഹൈഡ്രോണിക് ആസിഡ് കണ്ടന്റ് വരുന്നത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷന് ഭയങ്കരമായിട്ട് അത് യൂസ്ഫുള്ളാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ മതി. ബിക്കോസ് ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ കോജിക് ആസിഡിൻ്റെ ക്രീം തന്നെ അത്യാവശ്യം ഒരു മോയ്സ്ചറൈസിങ് കൺസിസ്റ്റൻസിയിൽ വരുന്നൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ വാരി വലിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല. സംടൈംസ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ തന്നെ സ്കിപ്പ് ചെയ്യാറുണ്ട്. നോട്ട് എവറി ടൈം. ആൻഡ് ഓൾസോ ഞാൻ ലാസ്റ്റ് ഒരു 1 week ആയിട്ട് ഞാനൊരു ഫാർമസി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ഫോർ ആക്നെ പ്രോൺ സ്കിന്നിന് ആയിട്ട് മാത്രം, ഓയിലി ടു ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഫാർമസി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് 2 days. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം വർക്കിംഗ് ആണ്. ഏതാണ് ആ ഫേസ് വാഷ് എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഇത് അധികം വലിച്ചിട്ട് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. എനിക്കറിയാം ഒരുപാട് പേര് ഓയിലി സ്കിന്നിനും ആക്നെ പ്രോൺ സ്കിന്നിനും ചേരുന്ന തരത്തിലുള്ള ഒരു മോയ്സ്ചറൈസർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ആൻഡ്
അധികം വലിച്ചിടാതെ നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. അഫ്കോഴ്സ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലിപ് ബാം ആണ്. ഇതൊരു റെവലോണിൻ്റെ ഒരു ലിപ് ബാം ആണ്. ഏത് ലിപ് ബാം ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക്. അപ്പോൾ ലിപ് ബാം ഇട്ടെടുക്കാം. പിന്നെ വേണ്ടല്ലേ ലിപ് ബാം ഇടുന്നത്. ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേ ഒരു ലിപ് മാസ്ക് ആണ് നൈറ്റ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ഞാൻ അവിടെ നോക്കിയിട്ട് തപ്പിയിട്ട് കാണാനില്ല എൻ്റെ ലിപ് മാസ്ക് കൂടെ തപ്പിയിട്ട്. സോ ഞാൻ ഈ ഒരു ലിപ് ബാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമ്മൾ എന്തൊക്കെ മുഖത്ത് വാരി തേച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഉള്ളിലോട്ട് ഇൻടേക്സ് എടുക്കണം. അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വിറ്റമിൻ സിയുടെ ക്യാപ്സ്യൂളാണ്. ലിൻസിയുടെ, കണ്ടോ, ലിൻസിയുടെ വിറ്റമിൻ സിയുടെ ക്യാപ്സ്യൂളാണ്. ഇതിപ്പോൾ നിങ്ങൾ പൊട്ടിക്കാത്ത പാക്കറ്റ് കണ്ടാൽ പറയും ഇത് നിങ്ങൾ കഴിക്കണില്ല എന്ന് പറയും. കഴിക്കുന്നുണ്ട്. ഇത് വേറെ ഷീറ്റാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷീറ്റ് ഇതാ. ഇനിയിപ്പോൾ കഴിക്കണില്ല എന്നാരും ചോദിക്കണ്ട. അതാ കണ്ടോ, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാക്ക് എടുത്തു എന്നുള്ളൂ. ഇത് ഭയങ്കര ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു വിറ്റമിൻ സി തന്നെയാണ്. ഇതിന് ജസ്റ്റ് ഒരു ഷീറ്റിന് ഇങ്ങനത്തെ 15 എണ്ണം വരുന്ന ഒരു ഷീറ്റിന് 25 രൂപയുള്ളൂ. സോ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള വിറ്റമിൻ സി ഇൻടേക്കിനൊക്കെ പറ്റും നമുക്കൊരു സപ്ലിമെൻ്റ് ആണ്. സോ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അതെടുക്കാം. ഐ എം സ്വെറ്റിംഗ് ലൈക്ക് എ ഹെൽ. സോ ഈസി, ച്യൂവബിൾ ആണ്, വെള്ളം ആവശ്യമില്ല, നമുക്ക് ഇതിന് വയലിട്ട് കഴിക്കാം. ഓറഞ്ച് ഫ്ലേവർ ആണ്. സോ ഞാനിത് ട്വൈസ് എ ഡേ എടുക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഷുഗർ കട്ട്, വിച്ച് ഈസ് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യം. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നോട്ട് കംപ്ലീറ്റ്ലി, എന്നാലും അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ ഈ കാണിച്ചുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും, എസ്പെഷ്യലി ഓയിലി സ്കിൻ ടൈപ്പിനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. വായന മിഠായി എടുക്കുന്നതുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാത്തത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.